ഹലോ, അങ്ങനെ ആ ദിവസം വന്നെത്തിട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ നാടും വീടും കൂട്ടുകാരെയും ഇങ്ങനെ ഇഷ്ടപ്പെട്ടതെല്ലാം വിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി ഞങ്ങളുടെ കസിൻസൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടീ ഒക്കെ കുടിച്ച് കുട്ടികൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇത്തവണ നാട്ടിൽ വന്നത് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയില്ല. പെട്ടെന്ന് തിരിച്ചു പോണ പോലെ തോന്നി. എന്തൊക്കെയോ കംപ്ലീറ്റ് ചെയ്യാൻ ഇനിയും ബാക്കിയുള്ള പോലെ ആയിരുന്നു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മുടെ അരീക്കോട് മമതയിലത്തെ ബിരിയാണി മന്തിയൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നതുകൊണ്ട് തന്നെ 1 മന്ത് വെക്കേഷൻ പോയതറിഞ്ഞില്ല. ഇനിയും ഒരുപാട് ആൾക്കാരെ കാണാനുണ്ട്. കാണാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട്. എന്തൊക്കെയോ ബാക്കിയാക്കിയിട്ടാണ് പോണത്. കുറച്ച് ഓർമ്മകൾ മാത്രമാണ് തിരിച്ചു കൊണ്ടുപോകാനുള്ളത്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് എത്രയൊക്കെ ചിരിക്കാൻ ശ്രമിച്ചാലും ഈ ഒരു സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വിങ്ങലാണ് കേട്ടോ. അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോവും. അതെന്താണെന്നറിയില്ല. അങ്ങനെ ഇവർക്കൊക്കെ ഈവനിങ് ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും നേരത്തെ ഇറങ്ങി. ഇന്നാണെങ്കിൽ ഒടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ സ്കൂളിൽ പോണ സമയത്ത് രാവിലെ നല്ല മഴ പെയ്യുമ്പോൾ വരുന്നൊരു മടിയാണ് കേട്ടോ. തിരിച്ചു പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം കൂടെ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കസിൻസൊക്കെ വന്നിരുന്നു. ഉമ്മായും കസിൻസൊക്കെ വന്നിരുന്നു. അവരൊക്കെ ഫുഡൊക്കെ കഴിച്ചു. ചില യാത്ര പറച്ചിലുകൾ നമ്മൾക്ക് വീഡിയോയിൽ പകർത്താൻ കഴിയില്ല കേട്ടോ. ഭയങ്കര ഇമോഷണലായി പോവും. ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എൻ്റെ മോന് മാത്രമാണ്. അവന് ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ ടോയ്സും എല്ലാം അവിടെ ഷാർജയിലായതുകൊണ്ട് തന്നെ അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അവന് നാട് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ഓർമ്മകളുമായിട്ട് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഫ്ലൈറ്റ് 2 hour ലേറ്റാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ബ്രദറും വരുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് കേട്ടപ്പം അവൻ്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. മുംബൈ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവന് വരണോ വരണ്ടേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾക്ക് പോയാലേ പറ്റുള്ളൂ. അവന് ഫുൾ പേയ്മെൻറ്റ് കിട്ടിയിട്ടോ. ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റിൻ്റെ ഫുൾ പേയ്മെൻറ്റ് കിട്ടി. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഇതാ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. നമ്മൾ ജനിച്ചു വളർന്ന വീട്ടിലും നാട്ടിലും ഒക്കെ ഒരു അതിഥിയായി മാറുന്നൊരു ജീവിതമാണ് കേട്ടോ ഈ പ്രവാസം എന്ന് പറയുന്നത്. ഈ ഫ്ലൈറ്റിലിരിക്കുന്നവൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്കും ഓരോ വികാരമായിരിക്കുമല്ലേ. ചിലർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചിലർ ഭയങ്കര സങ്കടത്തിലായിരിക്കും. പ്രിയപ്പെട്ടവരെ വിട്ടുപോരുന്ന സങ്കടം. ചിലരുടെ പ്രിയപ്പെട്ടവരങ്ങ് വിദേശത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരെ കാണാൻ പറ്റുന്നതിൻ്റെ സന്തോഷം ഉണ്ടാവും. ഇതൊന്നും അല്ലാതെ ഭയങ്കര അത്ഭുതത്തോടെ ആകാംക്ഷയോടെ ഇരിക്കുന്നവരുണ്ടാവും. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നവർ, ഇതെങ്ങോട്ടാണ് ഈ പോകുന്നത്, ഇതൊക്കെ എന്താവും, അങ്ങനെ പല പല സംശയങ്ങളായിട്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ടാവില്ലേ. പുറത്തുനിന്ന് നോക്കിക്കാണുന്നവർക്കും ഇതിൻ്റെ അകത്തൊന്ന് കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഇതിൻ്റെ പുറത്തുണ്ടല്ലേ. അപ്പം ശരി, ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റ, ബൈ ബൈ, സി യു.